സഹകരണ ബാങ്കുകളോട് സാമ്പത്തികം തേടുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ നൽകാനും നിത്യ ചെലവുകൾക്കുമായി 2000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാൻ മാത്രം 900 കോടി രൂപ വേണം. വിശദാംശങ്ങളുമായി VA ഗിരീഷ് ടെലിഫോണിൽ ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴാണ് നിത്യ ചെലവുകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുമായി സർക്കാർ സഹകരണ ബാങ്കുകളോട് സഹായം തേടിയിരിക്കുന്നത്. 2000 കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ താൽക്കാലികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പലിശ നൽകാമെന്നും ഈ തുക ഉടൻ തന്നെ തിരികെ നൽകാമെന്നുമാണ് സഹകരണ ബാങ്കുകളോട് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടി മാത്രം 900 കോടി രൂപ വേണം. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. സ്വാഭാവികമായും ഈ 2 മാസത്തെ പെൻഷൻ ഈ മാസം തന്നെ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുൻപിലുള്ള ആദ്യത്തെ വെല്ലുവിളി. മാത്രമല്ല, പദ്ധതികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാറാകുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തുക സർക്കാരിന് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ പരമാവധി ലഭിക്കുന്നിടത്ത് നിന്ന് ഒക്കെ തുക സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരത്തെ ക്ഷേമനിധി ബോർഡുകളോടും സർക്കാർ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ക്ഷേമനിധി ബോർഡുകൾ കാര്യമായ പ്രതികരണം ഇക്കാര്യത്തിൽ സർക്കാരിന് നൽകിയില്ല. തുടർന്നാണ് സഹകരണ ബാങ്കുകളോട് സഹായം തേടാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. താങ്ക് യു VA ഗിരീഷ്. എന്തായാലും സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരുതരം റിസഷൻ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ പണമില്ല, ഫണ്ട് ഫ്ലോ മാർക്കറ്റിൽ തീരെയില്ല എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. മാർക്കറ്റിലേക്ക് പണം എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നതുമില്ല.